ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ വിഷം നീ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. വന്ദന എന്ന പേര് കേട്ടാൽ ജഗൻ അറയ്ക്കുന്ന തരത്തിലേക്ക് ഞാൻ അവനെ എത്തിക്കും. എന്നിട്ടേ ആനന്ദവല്ലിക്ക് വിശ്രമമുള്ളൂ. നമ്മുടെ സങ്കടം കേൾക്കാൻ അപ്പുറത്തൊരാളുണ്ടാവോന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞുപോയി. ഇതുപോലൊരു കൂട്ടുകാരിയെ തന്നതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പക്ഷെ എന്താ ഒരു പക്ഷേ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇനിയും ഓർമ്മയിൽ നിന്ന് സഹായം വാങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ചന്ദ്രികേ, നിരന്തരം ഇങ്ങനെ സഹായം കൈനീട്ടി വാങ്ങുമ്പോ ഒരു കുറ്റബോധം. ആത്മാഭിമാനം മുറുകെ പിടിക്കുന്ന മാധവേട്ടന്റെ ഭാര്യ ഞാൻ. അദ്ദേഹത്തിന്റെ വില നഷ്ടപ്പെടാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്നറിയാമെങ്കിലും മാനത്തെ കൊട്ടാരം സ്വപ്നം കാണുന്ന ആ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് പോറലേൽപ്പിച്ചുകൊണ്ട് എന്റെ കൂട്ടുകാരിയുടെ സഹായം സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഓർമ്മ ഓരോ പ്രാവശ്യം പണം തരുമ്പോഴും അത് വാങ്ങേണ്ടി വരുന്നത് തന്റെ ദാരിദ്ര്യവും കഴിവില്ലായ്മയാണെന്ന് സ്വയം ധരിച്ച് ഉറക്കമില്ലാതെ നടക്കുന്ന മാധവേട്ടനെ എനിക്കറിയാം. അത് ആ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടണ്ട. ഊർമിളയുടെ സഹായം ഞാൻ നിരസിക്കുന്നത് ധിക്കാരപൂർവമാണെന്ന് കരുതരുത്. ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് പറയാൻ ഇനി ദയവ് ഇത് സഹായിക്കാൻ ശ്രമിക്കരുത്. മാധവേട്ടന് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ സാധിക്കുന്നു അത് കൂടുതലായാലും കുറവായാലും ഞാനതിൽ സംതൃപ്തിയാ. ചന്ദ്രിക, ഞാൻ ചന്ദ്രികേ, മരണം പതിയിരിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്നും എന്റെ ഭർത്താവിന് മോചനം ഉണ്ടാവണേ. മൃത്യുദോഷം അകറ്റി ദീർഘായുസ് നൽകണേ. സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റണമേ. കണ്ടോടി, ആനന്ദവല്ലിയുടെ പദ്ധതി വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നീ കണ്ടോണ്ടിരിക്കുന്നത്. തന്റെ അടിയും തന്നിഷ്ടക്കാരിയുമായ വന്ദനയെ ഈ ആനന്ദവല്ലി ഒരു സന്യാസിനെ ആക്കിയില്ലേ? ഇനി അവള് ശേഷിച്ച ജീവിതം പൂജയും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞോളും. അപ്പച്ചി, ഈ 41 ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോവും. അതിനിടയില് ജഗനും വന്ദനയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനാവാത്ത വിധത്തിൽ പിരിഞ്ഞിരിക്കണം. ജഗനിൽ ഏഷണയുടെ ഉഗ്രവിഷം തന്നെ കുത്തിവെക്കണം. അറിയാം, ആ വിഷം നീ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. വന്ദന എന്ന പേര് കേട്ടാൽ ജഗൻ അറയ്ക്കുന്ന തരത്തിലേക്ക് ഞാൻ അവനെ എത്തിക്കും. എന്നിട്ടേ ആനന്ദവല്ലിക്ക് വിശ്രമമുള്ളൂ. അപ്പച്ചി, ജഗൻ വരുന്നു. നീ പോരെ, അവനിപ്പോ നമ്മളെ കാണണ്ട.
ദിയമോളെ ഇത്? നിന്റെ വന്ദനാമയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഈ നേരത്താണോ ഈ പൂജയും പ്രാർത്ഥനയൊക്കെ? അത് ശരിയാണല്ലോ അങ്കിളെ. ഈ വന്ദനമ്മ എന്താ സന്യസിക്കാൻ പോവാണോ? മോളെ, വന്ദനാമ്മ അങ്കിളിനോട് അധികം മിണ്ടുന്നില്ല. മോളെ, വന്ദനാമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് മോള് സൂത്രത്തിൽ നിന്ന് ചോദിക്കൂ. അങ്കിള് അങ്ങോട്ട് മാറി നിൽക്കാം. മോള് ചെല്ലേ. വന്ദനമ്മ ദിയമ്മളെ കണ്ടില്ലേ? വന്ദനമ്മയ്ക്ക് എന്ത് പറ്റി? ദിയമ്മളോട് പിണക്കാണോ? വന്ദനമ്മ എന്തിനാ ഈ രാത്രിയില് ദൈവത്തിന് തൊഴുന്ന? ദൈവത്തിന് തൊഴാനൊക്കെ ഒരു സമയമുണ്ടെന്ന് സൂസി മിസ് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ കയറി തലയിടാൻ നിൽക്കണ്ട. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി. എന്തായി മോളെ? ഒന്നും പറയുന്നില്ല. കൊട്ടാ